ഞാൻ എൻ്റെ യൂട്യൂബ് വീണ്ടും പൊടി തട്ടി എടുത്തിട്ടുണ്ട്. ഈ ജോലിയും വീഡിയോ എടുപ്പൊന്നും ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്റ്റേജ് എത്തിയപ്പോഴാണ് ആക്ച്വലി ഞാനിത് വേണ്ട എന്ന് വിചാരിച്ചത്. പക്ഷേ വീഡിയോ എടുക്കുക, വ്ളോഗൊക്കെ എടുക്കുക, അതൊക്കെ എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വിചാരിച്ചു നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം, ഒന്നും കൂടി ഇത് പഴയ പോലെ പോകാൻ പറ്റുവാണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും ഇത് തുടങ്ങിയിട്ടോ. എന്തായാലും ഒരു 3 മാസം ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു വോയിസ് ഓവർ കൊടുത്തൊരു വീഡിയോ ഇടുന്നത്. അങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം. കുറേ ആയി ഞങ്ങൾ വിചാരിക്കുന്നു കുറച്ചും കൂടി ഒരു സൗകര്യമുള്ള വീട്ടിലേക്ക് മാറണം എന്നുള്ളത്. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഒരു വീട് കിട്ടിയിട്ടുണ്ട്. തലേന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊന്നും അടുക്കി പറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുക്കി പറക്കൊക്കെ കഴിഞ്ഞ് വീടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി വന്നിട്ട് എന്തെങ്കിലും കഴിച്ച് വിശപ്പടക്കുക എന്നുള്ളതാണ്. എന്നാൽ പിന്നെ നമുക്ക് 2 ആപ്പിൾ ഇരിക്കുന്ന സ്ഥിതിക്ക് അത് കട്ട് ചെയ്ത് ഇന്നത്തെ അത്താഴം അതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഭയങ്കര തണുപ്പായിട്ട് നല്ല ഡ്രൈനെസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ലിപ് ബാം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളുടെ ജീവചരിത്രം എഴുതുന്ന ബുക്കാന്നും പറഞ്ഞ് ഞാൻ അവളെ കളിയാക്കുകയാണ്. എന്നാൽ പിന്നെ അങ്ങനെ ഒരു ബുക്ക് ഇറക്കിയാലോ എന്നുള്ള രീതിയിലാണ് അവളുടെ ഇരിപ്പം. അങ്ങനെ 12 ആയി കഴിഞ്ഞപ്പം ആപ്പിളൊക്കെ അങ്ങ് ദഹിച്ച് കഴിച്ചു. അപ്പം നമുക്ക് നല്ല വിശപ്പ്, ഒന്നും നോക്കിയില്ല, നൂഡിൽസ് എടുത്ത് കഴിച്ചു. ജോലിക്കാരായിട്ട് കാര്യമൊന്നുമില്ല, പഠിക്കാനും എഴുതാനും ഇപ്പോഴും ഉണ്ട്. അപ്പം അതും ഞങ്ങളുടെ കൂടത്തിൽ നടന്നു. പിന്നെ ഒരു ജ്യൂസ് കുടിച്ച് ബൈബിളൊക്കെ വായിച്ച് കിടന്നു കേട്ടോ.